ഹലോ, വെൽക്കം ടു അച്ചൂസ് പാരഡൈസ്. ഇന്ന് നമുക്കൊരു നാടൻ ഉണ്ണിയപ്പം ഉണ്ടാക്കിയാലോ? അതിനായിട്ട് 2 ഗ്ലാസ് പച്ചരിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് വെള്ളത്തിൽ കുതിർത്തിടണം. ഞാനിവിടെ 8 മണിക്കൂർ കുതിർത്തിട്ടിട്ടുണ്ട്. ഇനി നമുക്കത് അരച്ചെടുക്കാം. ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കാം. ചെറുതായി അരിഞ്ഞ ശേഷം നമുക്കിതിലേക്ക് പഴം ചേർക്കണം. ചെറിയ പഴം ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നതാണ് നല്ലത്. എൻ്റെ കയ്യിൽ ഫിലിപ്പീൻസ് പഴമാണ്, ഇത് ചേർത്താലും മതി. പിന്നെ ഒരു പപ്പടം ഒരു 5 മിനിറ്റ് വെള്ളത്തിൽ കുതിർത്തരും ചേർക്കുന്നുണ്ട്. അത് നിർബന്ധമില്ല. പിന്നെ ഒരു 4-5 ഏലക്കയും കൂടി ചേർത്തിട്ട് നന്നായി അരയ്ക്കാം. അധികം അരയേണ്ട ആവശ്യമില്ല, തരി പോലെ വേണം അരയ്ക്കാൻ. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്കിതിലേക്ക് ശർക്കര ചേർക്കണം. അതിനായിട്ട് 300 ഗ്രാം ശർക്കര നമുക്ക് അലിയിക്കാനായിട്ട് വെക്കാം. അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളവും ഒഴിച്ച് അലിയിക്കാം. നന്നായി അലിഞ്ഞു വരണം. അലിഞ്ഞ ശേഷം നമ്മൾ ഒരു അരിപ്പ ഉപയോഗിച്ച് ഇത് നമ്മൾ അരച്ച് വെച്ച മാവിലേക്ക് ചേർക്കാം. ചെറിയ ചൂടോടെ വേണം ചേർക്കാൻ, ഒരുപാട് ചൂടോടെ ചേർക്കരുത്. ചെറിയ ചൂടോടെ നമുക്ക് ഇത് നമ്മുടെ മാവിലേക്ക് ചേർക്കാം. ഇനി നന്നായി ഇളക്കി കൊടുക്കാം. ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ച് ഇത് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം. ഞാൻ ഇവിടെ 300 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് തേങ്ങ വറുത്തിടണം. തേങ്ങയും കറുത്ത എള്ളും വേണമെങ്കിൽ വറുത്തിടാം. ഞാൻ ഇവിടെ തേങ്ങ മാത്രമാണ് വറുത്തിടുന്നത്. അതിനായിട്ട് കൊട്ട തേങ്ങയോ പച്ച തേങ്ങയോ ഏതാ നമ്മുടെ കയ്യിലുള്ള വെച്ചാൽ അത് ചെറുതായി അരിഞ്ഞിട്ട് നമുക്ക് വറുത്തിടാം. എൻ്റെ കയ്യിൽ കൊട്ട തേങ്ങയാണ് ഉണ്ടായിരുന്നത്. അത് ഒരു തേങ്ങയുടെ ഒരു കാഭാഗം എടുക്കുക. ഒരു 1/2 കപ്പ് അരിഞ്ഞതാണ് വേണ്ടത്. നല്ല ചെറുതായി അരിഞ്ഞ ശേഷം ഇത് നമുക്ക് നെയ്യിൽ വറുത്തെടുക്കാം. എത്രത്തോളം ചെറുതാക്കാൻ പറ്റുന്നോ അത്രത്തോളം ചെറുതാക്കുക. ഒരു 1/2 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് അരിഞ്ഞത്. ഇനി നമുക്കൊരു പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാം. ഈ സമയത്ത് കറുത്ത എള്ള് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അതും ചേർക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച കൊട്ട തേങ്ങ ചേർത്ത് നന്നായി വറുത്തെടുക്കാം. ബ്രൗൺ നിറം ആവുന്ന വരെ വറുത്തെടുക്കുക. ഈ വറുത്തെടുത്ത തേങ്ങ നമ്മൾ മാവിലേക്ക് ചേർക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇനി നമ്മൾ എത്ര മണിക്കൂർ വയ്ക്കുന്നോ അത്രയും നല്ലതാണ്. കുറഞ്ഞത് 2 മണിക്കൂറെങ്കിലും വെക്കണം. ഞാനിവിടെ 8 മണിക്കൂർ ഫെർമെൻറ്റേഷന് വേണ്ടി വെച്ചിട്ടുണ്ട്. എത്രത്തോളം വെക്കുന്നോ അത്രത്തോളം സോഫ്റ്റായി കിട്ടും. ഈ സമയത്ത് വേണമെങ്കിൽ നമുക്ക് മൈദയും ചേർക്കാം. ഞാൻ ചേർത്തിട്ടില്ല. മൈദ ചേർക്കുന്നുണ്ടെങ്കിൽ ഒരു 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഉണ്ണിയപ്പച്ചട്ടി ചൂടാക്കാൻ വേണ്ടി വയ്ക്കാം. ഇതിലേക്ക് വെളിച്ചെണ്ണയും നെയ്യുമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. നെയ്യ് ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തവർ വെളിച്ചെണ്ണ മാത്രം ഉപയോഗിച്ചാൽ മതി. ഞാൻ ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ചിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അത് കുഴിയിൽ നിറയുന്നവരെ ഒഴിച്ചു കൊടുക്കാം. ഇനി ചട്ടി ചൂടായ ശേഷം നമുക്കിതിലെ കുഴിയിലേക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ വേണ്ടി ഒഴിച്ചു കൊടുക്കാം. പുറത്ത് പോകാണ്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയെല്ലാം കിട്ടുന്നുണ്ട്. അതിലൊന്നും കൂടി സുഖമായി കിട്ടും. പക്ഷേ കല്ലിൻ്റെ ടേസ്റ്റ് അതിൽ കിട്ടണമെന്നില്ല. ചെറുതായിട്ട് 2 മിനിറ്റ് കഴിയുമ്പോൾ മൊരിഞ്ഞ് വരും. അപ്പോൾ നമ്മൾ മറിച്ചിടും. വീണ്ടും 2 മിനിറ്റും കൂടി വെച്ച ശേഷം നമ്മുടെ ഉണ്ണിയപ്പം റെഡിയാണ്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി വറുത്ത് പോയി. ഈ ഒരളവിൽ എനിക്ക് ഒരു 60 ഉണ്ണിയപ്പത്തോളം കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ഒരുപാട് മൊരിയിക്കണമെങ്കിൽ മൊരിയിക്കാം, അല്ലെങ്കിൽ ഈ ഒരു പരുവത്തിലും എടുക്കാം. അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ എളുപ്പമാണ്, നല്ല ടേസ്റ്റിയാണ്. വീട്ടിൽ തന്നെ സ്നാക്സ് ഉണ്ടാക്കാൻ പറ്റുന്ന വെച്ചാൽ അതാണ് നല്ലത്. താങ്ക് യു.